നമ്മൾ എന്തിനാച്ച ഇവിടെ താമസിക്കുന്നത്? നമുക്കിവിടെ ആരാ ഉള്ളത്? മോളെന്താ അങ്ങനെ പറയുന്നേ? ഇവിടെ എല്ലാരും ഇല്ലേ മോളെ? നമുക്കിവിടെ നിന്ന് പോവാ അച്ഛ. ശ്രീകുട്ടിക്ക് എവിടെ പോണോന്ന് മോള് പറ. നമ്മുടെ വീട്ടിലേക്ക്. മോക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഇങ്ങോട്ട് തന്നെ വരാൻ ആഗ്രഹം കാണിച്ചത് നീ തന്നെയല്ലേ? അല്ലാന്ന് ഞാൻ പറയുന്നില്ല. സത്യമായിട്ട് എനിക്ക് അടുപ്പായി തുടങ്ങി. നമ്മളിവിടെ എത്ര കാലം കഴിയുമെന്ന് അച്ഛൻ കരുതുന്നേ? നമുക്കൊരു വീടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന വീടാ അത്. ഈ വീടൊരു ഇടത്താവളം പോലെയാ എനിക്ക് തോന്നുന്നത്. എന്നും ഇവിടെ തന്നെ കഴിയാമെന്നും അച്ഛനും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ നിന്നെയും കൊണ്ട് വന്നത് മോക്ക് എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവാനാ. ഇവിടെ ആകുമ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ഇളയമ്മമാരൊക്കെ ഉണ്ടല്ലോ. എന്തിനു ഓടി വരാൻ സഞ്ജുവും ദിനേശനും ഉണ്ട്. ഒരു നിമിഷം പോലും മോക്ക് മറിച്ചൊരു ചിന്ത മനസ്സിൽ വരാതെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ മോളെ? ദേ, കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ. എനിക്ക് അച്ഛനും അമ്മയല്ലാതെ ആരുമില്ല. ഇവിടെ ഉള്ളവർക്കെല്ലാം അവരുടേതായ തിരക്കുണ്ട്, ജീവിതമുണ്ട്. ഇതൊന്നും ഇല്ലാതെ പോയത് നമുക്കല്ലേ അച്ഛ? നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അനുഭവിച്ചാ പോരെ? എന്തിനു മറ്റുള്ളവരെ കൂടി അതിൽ പങ്കാളികളാക്കണം? ഞാൻ എന്നും ഇങ്ങനെ തന്നെ ജീവിക്കും. അത് ഉൾക്കൊള്ളാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ കഴിയൂ. മറ്റുള്ളവർക്ക് എന്നോടുള്ള വികാരം സഹതാപം മാത്രം. എന്നെ ഓർത്തിന് എന്റെ അച്ഛനും അമ്മയും മാത്രം മതി. മറ്റാരും വേണ്ട അച്ഛ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ, കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം, മൊഴികളാൽ ഞാൻ സ്വാതി. താനേ തേങ്ങിയോ മനം, നിഴലേ നീ മാത്രമൊപ്പം. ചിരിമുകിലും മറന്നു പോയി. ഇതാണ് അമ്മുവിന്റെ റൂം. എങ്ങനെയുണ്ട്? റൂം ഇഷ്ടായോ? അയ്യോ, എനിക്കെന്തിനാ ചേച്ചി ഇത്രയും വലിയ മുറി? ഇവിടെ ഇരിക്കും. ഇവിടെ ഉള്ളല്ലേ ചെറിയ റൂമായത്. അയ്യോ, എനിക്ക് കിടക്കാൻ അടുക്കളയിൽ അല്പം സ്ഥലം തന്നാ മതി. ഞാൻ അവിടെ കിടന്നോളാം. കിച്ചണിൽ കിടത്താനല്ല ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നീയും ജീവിക്കും. ഇത്രയും സ്നേഹം എന്നോട് കാണിക്കാൻ ചേച്ചിയുടെ ആരുമല്ല ഞാൻ. നീ എന്റെ അനിയത്തിയാ. കണ്ണാടി മുത്തായി നെഞ്ചിൻ ചെറുചൂടിൽ ചിറകാർന്ന പ്രാവുകൾ, മിണ്ടാതെ എങ്ങോ മുന്നിൽ ഇരുളേകി മറയുന്നതെന്തിനോ. ഒരായിരം ഓർമ്മകൾ തലോടിയോ ആർദ്രമായി, നിരാശ മൂടുകയോ നിലാവു കൊള്ളുകയോ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ.
കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. ഇനി എന്നും അമ്മ എനിക്കിതുപോലെ വാരി തന്നാ മതി. ഞാൻ അമ്മുവിന്റെ കുഞ്ഞായിട്ടിരുന്നോളാം. ദാ മൂന്നാല് ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ട ചടങ്ങിന്റെ അന്ന് നന്നായി ചുമന്നിരിക്കും. സത്യമാണോ? മൈലാഞ്ചി നന്നായി ചുമന്ന ഭർത്താവിന് നല്ലതാന്നാ പറയാറ്. അവർ സ്നേഹിക്കുന്നവരെ എപ്പോഴും മനസ്സിലോർക്കും. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. മൈലാഞ്ചിയുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ആളെ ഓർത്തില്ലേ? സഞ്ജുവിനെ ഓർത്തിട്ട് തന്നെയാ ഞാൻ കൈ നീട്ടിയത്. സഞ്ജു ഇപ്പൊ നല്ല ഉറക്കമായി കാണാം. കുറച്ചേരം കൂടി ഇരിക്കട്ടെ, എന്നിട്ട് കൈ കഴുകിയാൽ മതി. എനിക്ക് ഉറക്കം വരുന്ന അമ്മു. അയ്യോ ചേച്ചി കിടക്കല്ലേ, ഇത് കഴുകിയിട്ടേ ഞാൻ പോവും. എനിക്കൊന്ന് കിടക്കണം അമ്മു. ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ മോളെ, മോൾക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ? ഒന്നും വേണ്ട അച്ഛ. അച്ഛൻ എന്തുദ്ദേശത്തിലാ പോകുന്നെന്ന് എനിക്കറിയാം. ഇനി എന്റെ കാര്യത്തിലൊരു പ്രതീക്ഷ വേണോ അച്ഛ? എല്ലാ വഴിയിലൂടെ അച്ഛൻ പോകും. ഞാൻ എന്തായാലും ഡോക്ടർ സ്റ്റീഫൻ ബാസ്റ്റിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരട്ടെ. രാവിലെ 11 മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. രാത്രി ഫ്ലൈറ്റിൽ അയാൾ ബോസ്റ്റണിലേക്ക് തിരിച്ചു പോകും. അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാ മോളെ ഈ അപ്പോയിന്റ്മെന്റ് വാങ്ങിയത്. ഇവിടെ ഒരു സെമിനാറിന് വന്ന അദ്ദേഹം എന്നെ യുഎസിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണല്ലേ അച്ഛന്റെ തീരുമാനം? ഡോക്ടർ പകുതി ഉറപ്പ് തന്നാ നമ്മൾ പോകും. ആരാ? സ്വാതി മേഡത്തെ കാണാൻ വന്നേ സാർ. അച്ഛാ, ഇത് റോയ് പെരേര, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവോ? എന്തിനാ മോളെ? അത് അമ്മുന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ഞാൻ ഏർപ്പാടാക്കിയതാ. ഈ സമയത്ത് തന്നെ ഇതൊക്കെ വേണോ? സാരമില്ല അച്ഛാ, അച്ഛൻ ചെല്ല്. റോയ് പെരേര മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടാ ഇപ്പൊ വന്നത്. ഞാൻ സഞ്ജുവിനോടൊന്ന് താഴേക്ക് വരാൻ പറയാം. റോയ് പെരേര ഇരിക്കും. താങ്ക് യു മാഡം. കാര്യങ്ങളൊക്കെ എന്തായി? ഹലോ മാഡം. ഇയാളുടെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? അന്നെ കണ്ടപ്പോ പറഞ്ഞത് തന്റെ അന്വേഷണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണല്ലോ. അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് മാഡം. ഓരോ ടിസ്റ്റുകളല്ലേ. അമ്മോ, ഒരു ചായ കൊണ്ടുവരൂ. ഇളയമ്മ പോകുന്നില്ലേ? അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കും ഇല്ലേ മോളെ? ഇതൊരു കണ്ണുകെട്ട് കളി തന്നെ. അമ്മു കൂടെ ഉണ്ടായിട്ടും അവളുടെ ഭർത്താവിനെ കണ്ടെത്താൻ ശമ്പളം കൊടുത്തൊരാളെ വയ്ക്കേണ്ട അവസ്ഥ ശ്രീകുട്ടിക്ക് വന്നിരിക്കുന്നു. ഈ കുട്ടിക്ക് അയാളുടെ മുഖം രക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാവും മാഡം. അല്ലെങ്കിലും എത്ര കാലം ഇങ്ങനെ മുഖം രക്ഷിക്കാൻ പറ്റും? എപ്പോഴായാലും മുഖംമുടി അഴിഞ്ഞു വീഴില്ലേ? അപ്പച്ചിയെ ഒഴിവാക്കി വിടാൻ പോലും സ്വാതി തയ്യാറാവുന്നില്ല. അമ്മൂനോട് സ്വാതിക്ക് എന്തോ പകയുള്ളത് പോലെയാ തോന്നുന്നേ.
അതെ, ഇയാൾ ആരാന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ ഭർത്താവ് ആരാണെന്ന് നീ പറയാൻ മടിക്കുന്നതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഏർപ്പാടാക്കിയ ഡിക്റ്റേറ്റീവാ. ഇവരൊന്ന് പോയിട്ടാണ് ഇയാൾ വന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യായിരുന്നു. അവള് പോയി, നിങ്ങൾ പറഞ്ഞോളൂ. മാഡം, ആ പയ്യൻ ഈ സിറ്റിയിൽ തന്നെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യമാ. അവനാള് ചില്ലറക്കാരനൊന്നും അല്ല. വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന കക്ഷിയാ, കോടീശ്വരൻ. അവനാരാന്ന് അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിനാ മൂക്കിത്തൊടാൻ കൈ തലയിൽ ചുറ്റുന്നത്? അവന്റെ പേര് നേരെ അങ്ങ് പറഞ്ഞാ പോരെ. ഈ സിറ്റിയിലെ എല്ലാ ബിസിനസ്സുകാരെയും ഞങ്ങൾക്കറിയാം. പക്ഷേ ചെറുപ്പക്കാരനായ നിലയ്ക്ക് സഞ്ജുന്റെ ഫ്രണ്ടായിരിക്കും അല്ലേ സഞ്ജു? എടോ, താൻ ഇതും പറഞ്ഞ് ഇവിടെ കയറി വരാൻ തുടങ്ങിയിട്ടേ കുറച്ച് നാളായി. താൻ കണ്ടെത്തിയ ആൾ ആരാന്ന് വെച്ചാ ഇപ്പൊ ഇവിടെ വെച്ച് താൻ വെളിപ്പെടുത്തണം. ദൈവമേ, അദ്ദേഹം എന്ത് ഭാവിച്ച? ഇനി മേലിൽ ഈ നാണം കെട്ട കളിയുമായിട്ട് താൻ ഈ വീടിന്റെ പടി കയറിയേക്കരുത്. കണ്ടില്ലേ, അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയില ഇവിടെ എല്ലാവരും. അയാളെ കണ്ടെത്തി അവളെ അയാൾക്കൊപ്പം പറഞ്ഞു വിടാനാ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവൻ ഏത് കൊമ്പത്തെ ബിസിനസ്സുകാരനാണെങ്കിലും പേര് വിളിച്ചു പറയാൻ താൻ മടിക്കണ്ട. അതുകൊണ്ട് തന്റെ ജീവൻ ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ അവൻ തീർത്തുകളയെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾ പറയൂ. മാഡം, ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു തെളിവില്ലാതെ പേര് പറയാൻ എനിക്ക് കഴിയില്ല. ഒരു വിവാഹ ഫോട്ടോ എങ്കിലും കൈ കിട്ടണം. ഇതൊന്നും ഇല്ലാതെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇയാൾക്ക് ക്യാഷ് വേണം, അല്ലാതെ എന്താ? അയാളിപ്പോ മാരീഡ് ആണോ? ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല മാഡം. മാഡം, ഒരു 3 ദിവസം കൂടെ എനിക്ക് വേണം. നിങ്ങളിലുള്ള വിശ്വാസം എനിക്ക് കുറഞ്ഞു വരുവാ. നിങ്ങളെ നാട്ടിൽ പോയി അന്വേഷിച്ചൊന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. സത്യമായിട്ടും പോയതാ മാഡം. ഈ പറയുന്ന പയ്യന്റെ പേര് നാട്ടുകാരും നിങ്ങളോട് പറഞ്ഞില്ലേ? അത് വെച്ചാ ഈ സിറ്റിയില് സംശയം തോന്നിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങളാ പേര് പറയൂ. അതറിയാൻ പറ്റണമെങ്കിൽ അമ്മുവിന്റെ കല്യാണക്കുറി എനിക്ക് കിട്ടണം. കഷ്ടം, നിങ്ങൾ ബ്ലാക്ക് മെയിൽ തന്ത്രോ പയറ്റുന്നെന്ന് ആർക്കാ മനസ്സിലാവാത്ത? നിങ്ങളെ കണ്ടാലേ അറിയാം ഒരു കുറുക്കനാന്ന്. ആ പയ്യനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തൊന്നും എനിക്കറിയാം. ഇയാൾക്ക് മോളിനി 1 രൂപ പോലും കൊടുത്തു പോകരുത്. അവന്റെ പേരെങ്കിലും പറയുന്നവരെ. ഇളയമ്മ പറഞ്ഞതിൽ സത്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്നെ ചതിച്ചു. അയ്യോ, ഒരിക്കലും ഇല്ല മാഡം. മാഡം, ഞാൻ ഒന്നും കൂടി ഒന്ന് പെരുവണ്ണാപുരത്ത് പോയി നോക്കാം. ഞാൻ കണ്ടെത്തിയ ആളിന്റെ ഫോട്ടോ അവിടെ ഉള്ളവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അമ്മുവിന്റെ ഭർത്താവ് ആ ഫോട്ടോയിൽ കാണുന്ന ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാളെയും കൊണ്ട് മാഡത്തിന്റെ മുന്നിൽ ഞാൻ വരാം. അതൊരു നല്ല ഐഡിയ ആണ്. ഓക്കെ മാഡം. അപ്പോഴെങ്ങനെയാ, പണമൊന്നും വേണ്ടേ? സത്യം തെളിയിച്ചിട്ടേ ഞാൻ ഈ പണം വാങ്ങുന്നുള്ളൂ. എന്റെ പേരിൽ വന്ന ചീത്തപ്പേര് എനിക്ക് മാറ്റിയെടുക്കണ്ടേ? അത് എന്റെ കൂടെ ആവശ്യമാണ്.
സ്വാതി മാഡം ആണല്ലോ. എന്താ ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. താൻ ആരാന്ന് ഇതിൽ കൂടുതൽ എന്തറിയണം? എന്തുവാ കാണിക്കണേ? ഷർട്ടൊന്ന് വിടുക സാറേ. ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇറങ്ങിയത്. നിങ്ങൾക്ക് എന്നെ ശാരീരികമായി ഉപദ്രവിക്കാനൊക്കെ കഴിഞ്ഞേക്കും, പക്ഷെ കൊന്നുകളയാനൊന്നും പറ്റൂല. അതിന് നിങ്ങൾ തുനിഞ്ഞ നിങ്ങളെ കുരുക്കാനുള്ള കെണി ഒരുക്കി വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഗെയിം തുടങ്ങി വെച്ചത്. തന്നെ കൊല്ലേണ്ടി വന്ന അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. സ്വാതിയുടെ കാതിൽ എപ്പോ ഈ വിവരം എത്തുന്നോ അന്ന് തന്റെയും അവൾക്കൊപ്പമുള്ള എന്റെയും ജീവിതം തീരും. ബന്ധങ്ങൾ എന്താണെന്നറിയാതെ പണത്തിന് വേണ്ടി മാത്രമുള്ള തന്റെ ഈ തേർഡ് റേറ്റ് ഗെയിം അവിടെ അവസാനിക്കും. തനിക്ക് നന്നായിട്ട് അറിയാം ലക്ഷ്മിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എന്തിനാണെന്ന്. താലി കെട്ടുന്നതിന് മുൻപ് അവളുടെ മുത്തശ്ശിയോട് സഹോദരനോടും ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു. ലക്ഷ്മിയെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. താലികെട്ട് ഒരു കല്യാണ നാടകം മാത്രമായിരിക്കുമെന്നും പറഞ്ഞു. ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന് ആ മുത്തശ്ശി എന്റെ മുന്നിൽ നിന്ന് കൂപ്പ് കൈയോടെ കെഞ്ചിയതുകൊണ്ട് മാത്രമോ ഞാൻ അതിന് തയ്യാറായത്. താന നാട്ടുകാരോട് പോയി ചോദിക്ക്. സിറ്റിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്കൊരു ജോലിയും താമസ സൗകര്യം കണ്ടെത്തി കൊടുക്കാമെന്ന് ഞാൻ കരുതി. എന്റെ അവസ്ഥ അറിയാവുന്ന അവൾ എന്നോടൊരു വാക്ക് പറയാതെ മടക്കയാത്രയിൽ കടന്നു കളഞ്ഞു. അവളല്ലേ സാറേ ഇപ്പൊ സാറിന്റെ വീട്ടിലുള്ളത്? എവിടെ വെച്ച് സ്വാതിയുടെ കയ്യിൽ അവൾ ചെന്ന് പെട്ടു. സ്വാതി അവൾ ആരാണെന്ന് അറിയാതെ അവൾക്കൊപ്പം കൂട്ടി. സ്വാതി തന്നെയാ ലക്ഷ്മി എന്റെ വീട്ടിലെത്തിച്ചത്. ആ സമയം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി ദിവസങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നത്. ഇതൊരു തട്ടിക്കൂട്ട് തിരക്കഥയായി പോയി സാറേ. ശരിക്കുള്ള തിരക്കഥ ഞാൻ പറയാം, അത് സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനും ലക്ഷ്മിയും ചേർന്ന് സ്വാതിയെ ട്രാപ്പിലാക്കിയെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യം ഞാൻ പറഞ്ഞതാ. പല തവണ ലക്ഷ്മി വീട് വിട്ട് പോയിട്ടുണ്ട്. അവള് പോയപ്പോഴൊക്കെ വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചു. അത്രമാത്രം ലക്ഷ്മി എന്റെ വീട്ടുകാർക്കും സ്വാതിക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു.